ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്പിളിലെ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിനെ കുറിച്ചാണ്. ആപ്പിൾ ഇക്കോസിസ്റ്റത്തിൽ ഓട്ടോമേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഷോർട്ട് കട്ട്സിൻ്റെ ഗാലറിയിൽ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സ് അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഫോണിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് ഓട്ടോമേഷൻസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓട്ടോമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് തുടങ്ങാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട്സ് കാണാം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാം. പ്ലാൻ ഇതാണ്. ഹേയ് സിറി കോൾ മൈ വൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്യണം. പ്ലസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാം. ഷോർട്ട് കട്ടിൻ്റെ സ്ക്രീനാണിത്. ഷോർട്ട് കട്ടിൽ എപ്പോഴും വേണ്ടത് നമുക്ക് ആക്ഷൻസ് ആണ്. ആക്ഷൻസിലാണ് നമ്മൾ ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ആക്ഷൻ സെലക്ട് ചെയ്യാം. ആക്ഷൻസ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷൻ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, കോളിനകത്ത് ഓൾറെഡി സജഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ സജഷൻ സെലക്ട് ചെയ്യുന്നില്ല, ഞാൻ താഴെ കോൾ സെലക്ട് ചെയ്യാം. അവിടെ ആകുമ്പോൾ നമുക്ക് കോൺടാക്ട്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കോൾ കോൺടാക്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോൺടാക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ബുക്ക് അവിടെ ഡിസ്പ്ലേ ആവും. അപ്പോൾ ഇതിൽ ഏതാണോ നമുക്ക് വേണ്ട കോൺടാക്റ്റ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഷോർട്ട് കട്ടിൻ്റെ ആക്ഷൻ ഇതായിരിക്കും, കോൾ ഇന്ന കോൺടാക്റ്റ്. സോ കോൾ വി എന്നുള്ള കോൺടാക്റ്റ് ആയിരിക്കും ഈ ഷോർട്ട് കട്ടിൻ്റെ ആക്ഷൻ. ഇനി ഞാൻ ഈ ഷോർട്ട് കട്ടിനൊരു പേര് കൊടുക്കാം. കോൾ മൈ വൈഫ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ടുണ്ട്. ഈ നെയിം വെച്ചിട്ടായിരിക്കും സിറി ഈ ഷോർട്ട് കട്ടിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് ഡൺ ചെയ്യാം. അപ്പോൾ ഇത് ഡൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരാൻ പറ്റും. എനിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. കോൾ മൈ വൈഫിന് താഴെ കാണാം ഹേയ് സിറി കോൾ മൈ വൈഫ്. ഈ ഒരു കമാൻഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഷോർട്ട് കട്ടിനെ ആക്സസ് ചെയ്യാം. അപ്പം ഞാനൊന്ന് ട്രയൽ ചെയ്ത് കാണിക്കാം. ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആപ്പിൾ ഇക്കോസിസ്റ്റത്തിൽ എവിടെ നിന്നും നമുക്ക് യൂസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഫോണിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഹോം പോഡോ എയർപോഡോ ആപ്പിൾ വാച്ചോ എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഷോർട്ട് കട്ട്സിനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹേയ് സിറി കോൾ മൈ വൈഫ്. ഓക്കെ, അപ്പോൾ സിറി ആ ഷോർട്ട് കട്ടിനെ ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ആക്ഷൻ റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു സാമ്പിൾ ഷോർട്ട് കട്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് സാമ്പിൾ ഷോർട്ട് കട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാറ്ററി ഒരു 30% താഴെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോ പവർ മോഡിലേക്ക് മാറും വേണം. കറണ്ട് ബാറ്ററി കപ്പാസിറ്റി എത്രയെന്ന് പറയും വേണം. ഷോർട്ട് കട്ടിൻ്റെ പേര് യൂസ് ലോ പവർ എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആക്ഷൻസ് ആഡ് ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ ആക്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം നമുക്ക് ടെക്സ്റ്റ് ടു സ്പീക്ക് യൂസ് ചെയ്യാം. അതായത് ലോ പവർ മോഡിലേക്ക് വരുമ്പം എനിക്ക് കറണ്ട് ചാർജ് എത്രയെന്ന് പറയണം. അതിന് സ്പീക്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓൾറെഡി ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എടുക്കാം. എന്നിട്ട് സ്പീക്കിൻ്റെ അവിടെ ടെക്സ്റ്റിൻ്റെ അവിടെ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് ഐഫോൺ ഓട്ടോമാറ്റിക്കലായിട്ട് ലൗഡ്ലി സ്പീക്ക് ചെയ്തോളും. അപ്പോൾ ഞാനിപ്പം നമ്മളിവിടെ ഹലോ ഹൗ ആർ യു അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഹലോ ഹൗ ആർ യു എന്ന് പറയും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആക്ഷൻ എടുക്കാം, ഗെറ്റ് ബാറ്ററി ലെവൽ. അല്ലെങ്കിൽ ബാറ്ററി എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ കാണിക്കും ഗെറ്റ് ബാറ്ററി ലെവൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ഡാറ്റ റിട്ടേൺ ചെയ്ത് തരും, അതായത് കറണ്ട് ബാറ്ററി ലെവൽ. അടുത്ത ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ഓഫ് എടുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ബാറ്ററി ലെവൽ ചിലപ്പം 0% ഡെസിമൽ പ്ലേസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് ഓഫ് നമുക്ക് എടുക്കാം. അപ്പോൾ റൗണ്ട് ഓഫ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ ഗെറ്റ് ബാറ്ററി ലെവലിനകത്തുള്ള ബാറ്ററി ലെവലിൽ അതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് അതിൽ നിന്നൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്പീക്കിലേക്ക് എനിക്ക് ആ ബാറ്ററി ലെവലിനെ കൊണ്ടുവരണം, അതായത് റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ള വാല്യൂവിനെ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് സ്പീക്ക് ഒന്ന് മാറ്റാൻ പോവാണ്. അതായത് ഐഫോൺ ബാറ്ററി ലെവൽ ലെസ് ദാൻ this much percentage കോമ ഇട്ടിട്ട് മൂവിങ് ടു ലോ പവർ മോഡ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സ്പീക്കിനെ എടുത്തിട്ട് നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഈ സ്പീക്കിനെ എടുത്ത് ഞാൻ താഴേക്ക് ഇട്ട്
അപ്പോൾ ഫസ്റ്റ് ഗെറ്റ് ബാറ്ററി ലെവൽ എടുത്ത് അതെടുത്ത് ഇൻപുട്ടായിട്ട് കൊടുത്ത് റൗണ്ട് ഓഫിൻ്റെ, എന്നിട്ട് റൗണ്ട് ഓഫിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്പീക്കിൻ്റെ അവിടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി അവിടെ കൊണ്ടുപോയി കേഴ്സർ വെച്ചിട്ട് സെലക്ട് റൗണ്ട് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ അതിലേക്ക് വന്നോളും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിൻ്റെയും ഔട്ട്പുട്ട് നമുക്ക് ഈസി ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴത്ത് സജഷനായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പവർ മോഡിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കാം ബാറ്ററിന്നോ, അല്ലെങ്കിൽ ബാറ്ററി സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ നിങ്ങൾക്ക് സെറ്റ് ലോ പവർ മോഡ്. ഇത് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ലോ പവർ മോഡ് ഓൺ എന്നിട്ടുള്ള ആക്ഷൻ നമ്മളെ ഷോർട്ട് കട്ടിലേക്ക് ആഡ് ആവും. അപ്പോൾ ഇത് സ്പീക്ക് ചെയ്തതിന് ശേഷം റൗണ്ട് ഓഫ് എടുത്തിട്ട് അതിനകത്തേക്ക് പെൻഡ് ചെയ്തിട്ട് സ്പീക്ക് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് പോയിട്ട് ടേൺ ലോ പവർ മോഡ് ഓൺ ആവും. അപ്പോൾ ഞാനിതൊരു കാര്യം ചെയ്യാൻ, നമുക്ക് 59% ആണ് ഇപ്പോഴത്തെ ബാറ്ററി കപ്പാസിറ്റി. അപ്പോൾ നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. iPhone battery level less than 59%, moving to low power mode. അപ്പോൾ നിങ്ങൾക്ക് മോഡിൽ നോക്കിയാൽ മനസ്സിലാവും ബാറ്ററി കളറ് യെല്ലോ ആയിട്ടുണ്ട്, എന്ന് വെച്ചാൽ ലോ പവർ മോഡിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഞാൻ എനിക്ക് ബാറ്ററി സെറ്റിങ്സ് പോയി എടുത്ത് കാണിച്ചു തരാം. ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് ലോ പവർ മോഡ് ഓൺ ആണെന്ന്. അപ്പോൾ ഞാനിത് ഓഫാക്കാം, ഒന്നുകൂടി റൺ ചെയ്യാം. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടി സെറ്റിങ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഓണായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഹേയ് സിറിയുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഹേയ് സിറി, use low power. iPhone battery level less than 58%, moving to low power mode. ഓക്കെ, ഷോർട്ട് കട്ട് റൺ ആയിട്ടുണ്ട്. പിന്നെ ബാറ്ററി ലോ പവർ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ കളർ യെല്ലോ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാനുവലി ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ബാറ്ററി ലെവൽ ഒരു 30% താഴെ വരുമ്പം ഓട്ടോമാറ്റിക്കലി ഇത് റൺ ചെയ്യണം. ഇനി നമ്മൾ താഴെയുള്ള മെനുവിൽ പോയിട്ട് ഓട്ടോമേഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയൊരു ഓട്ടോമേഷൻ ആഡ് ചെയ്യാം. പ്ലസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ സെലക്ട് ചെയ്യാം. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ടൈം, അല്ലെങ്കിൽ നമ്മളൊരു ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് ലീവ് ചെയ്യുക, അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇമെയിൽ വന്നാൽ, മെസ്സേജ് അയച്ചാൽ, പിന്നെ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്താലോ, അല്ലെങ്കിൽ വൈഫൈ കണക്ട് ചെയ്താലോ, ബ്ലൂടൂത്ത് കണക്ട് ചെയ്താലോ, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. നമുക്ക് ഒരു ബാറ്ററി ലെവൽ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലെവൽ ഞാൻ 30% ചൂസ് ചെയ്തു. എന്നിട്ട് ഓപ്ഷൻ ഫാൾസ് ബിലോ 30% എന്നുള്ള ഓപ്ഷൻ എടുത്തു. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആക്ഷൻ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്താ എൻ്റെ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷോർട്ട് കട്ടിന് റൺ ചെയ്യണം. അപ്പോൾ ഞാൻ റൺ ഷോർട്ട് കട്ടിന് അടിച്ചു നോക്കാം. യെസ്, റൺ ഷോർട്ട് കട്ട് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ ഷോർട്ട് കട്ടിന് ലിസ്റ്റ് കാണിക്കും. അതിൽ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ എല്ലാ ഷോർട്ട് കട്ട്സും. അതിൽ നമ്മൾ ഷോർട്ട് കട്ട് യൂസ് ലോ പവർ, ഓക്കെ, അത് ഞാൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ റൺ യൂസ് ലോ പവർ എന്ന് പറഞ്ഞ ഷോർട്ട് കട്ടിനേക്കും റൺ ചെയ്യാം. ഇതിൽ ആസ്ക് ബിഫോർ റണ്ണിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനേബിൾഡ് ആണെങ്കിൽ നമ്മളോട് നോട്ടിഫിക്കേഷൻ വരും ഈ ഷോർട്ട് കട്ട് റൺ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ അടിച്ചാൽ മാത്രമേ റൺ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്തിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ കാണിച്ചു തരും ഇത് ഓൾറെഡി റൺ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ഓട്ടോമേഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും ലെസ് ദാൻ 30% ഒരു ഷോർട്ട് കട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമേഷൻ ക്രിയേറ്റ് ആയി. അതിൽ ഓട്ടോമേഷനിൽ എന്താ റൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷോർട്ട് കട്ടിനെ ഇൻവോക്ക് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്ട് കട്ടിന് നമുക്ക് ഹോം പോഡ് വെച്ചിട്ട് എങ്ങനെ ഇൻവോക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത് 2 ഷോർട്ട് കട്ട്സ് ആണ്. ഒന്ന് യൂസ് ലോ പവറും ഒന്ന് കോൾ മൈ വൈഫും. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് ഹോം പോഡ് യൂസ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. Hey Siri, call my wife. 1 second. ഓക്കെ, അപ്പോൾ അത് റൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഹോം പോഡിൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ് റൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് യൂസ് ലോ പവർ ഒന്ന് റൺ ചെയ്ത് നോക്കാം ഹോം പോഡ് വഴി. Hey Siri, use low power. iPhone battery level less than 23%, moving to low power mode. നോട്ടിഫിക്കേഷൻ മോഡിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം യെല്ലോ കളറിലേക്ക് മാറിയിട്ടുണ്ട് ബാറ്ററി.
സോ അത് ലോ പവർ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹോം പോഡ് വെച്ചിട്ട് ഷോർട്ട് കട്ട്സിന് ഇൻവോക്ക് ചെയ്യുന്നത്? ഞാനൊരു സാമ്പിൾ ഷോർട്ട് കട്ടും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. അതെന്തെന്ന് വെച്ചാൽ എല്ലാ ദിവസവും മോർണിംഗ് 10 AM എൻ്റെ കലണ്ടറിലെ ഫസ്റ്റ് 2 ഇവൻറ്റ്സ് അനൗൺസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓട്ടോമേഷൻ. അപ്പോൾ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഷോർട്ട് കട്ടിന് ഒരു നെയിം കൊടുക്കാം, മൈ ഡെയിലി ഇവൻറ്റ്സ്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആക്ഷൻ സ്പീക്ക് എടുത്തിട്ട് നമുക്കതിൽ ജസ്റ്റ് ടെക്സ്റ്റായിട്ട് ഹേയ് നിതിൻ ഗുഡ് മോർണിംഗ് ടുഡേയ്സ് ഇവൻറ്റ്സ് ആർ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ആക്ഷൻ ചൂസ് ചെയ്തിട്ട് അപ്കമ്മിങ് ഇവൻറ്റ്സ് അടിച്ചു നോക്കാം. അപ്പം ഗെറ്റ് അപ്കമ്മിങ് ഇവൻറ്റ്സ് വന്നിട്ടുണ്ട്. ഗെറ്റ് 1 ഇവൻറ്റ് ഫ്രം ഓൾ കലണ്ടർ. അപ്പോൾ ഞാനത് ചൂസ് ചെയ്തിട്ട് 2 ആക്കാം. ഈ കലണ്ടർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഓളാണ് ഞാൻ സെലക്ട് ചെയ്തത്. നമുക്കത് ഏത് പെർട്ടിക്കുലർ അക്കൗണ്ട് വേണമെങ്കിലും ഇതിലേക്ക് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് ഒരു കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്. നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം ഇഫ് കണ്ടീഷൻ. ഇപ്പോൾ ഈ ഇഫ് കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കലണ്ടർ ഇവൻറ്റ്സിൽ നിന്ന് കിട്ടുന്ന വാല്യൂവിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. എന്നിട്ട് ഹാസ് എ വാല്യൂ എന്നാണ് ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത ആക്ഷൻ ആയിട്ടുള്ള സ്പീക്കിനെ ഞാൻ താഴേക്ക് എടുക്കാം ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് ഈ കിട്ടുന്ന അപ്കമ്മിങ് ഇവൻറ്റ്സിൻ്റെ ഔട്ട്പുട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് സ്പീക്കിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കേഴ്സർ അവിടെ പ്ലേസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് സജഷൻ വന്നിട്ടുണ്ട് അപ്കമ്മിങ് ഇവൻറ്റ്സ്. അതായത് തൊട്ട മുന്നത്തെ സ്റ്റെപ്പിലുള്ള ഔട്ട്പുട്ടായിരിക്കും ആ വാല്യൂ. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പിറന്നാളുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവൻറ്റ്സ് കയറി വന്നത്. അത് ജിമെയിലിൽ നിന്നും വന്നിട്ടുണ്ട്, ഐക്ലൗഡിൽ നിന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് 2 കാണിക്കുന്നത് സെയിം നെയിമിൽ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഇവൻറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ഡേറ്റിന് ബൈ സം കേക്ക്സ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മളെ ഷോർട്ട് കട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കലണ്ടർ ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ബൈ സം കേക്ക്സ്, പിന്നെ ഇതിലുള്ള ഫസ്റ്റ് ഇവൻറ്റ്. അപ്പോൾ ഇത് രണ്ടുമായിരിക്കും നമ്മളെ ഫസ്റ്റ് 2 ഇവൻറ്റ്സ് ആയിട്ട് നമുക്ക് ഓട്ടോമേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാനിത് ഓട്ടോമേഷനിലേക്കും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ താഴെയുള്ള ഓട്ടോമേഷൻ ചൂസ് ചെയ്തിട്ട് ഇതിൽ ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ, അതിൽ ഫസ്റ്റ് വണ്ണിന് ടൈം ഓഫ് ദി ഡേ. അപ്പോൾ അവിടെ നമുക്ക് ടൈം സെലക്ട് ചെയ്യാം. നമുക്ക് സൺറൈസ് അല്ല, നമുക്ക് ടൈം ഓഫ് ദി ഡേ ആണ്. അവിടെ ഞാൻ മോർണിംഗ് 10 AM ആക്കാണ്. നെക്സ്റ്റ് നമ്മൾ ആക്ഷൻ സെറ്റ് ചെയ്യും, എങ്ങനെ റൺ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് ഷോർട്ട് കട്ടിനെ ഇൻവോക്ക് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇനി അത് എല്ലാ ദിവസവും രാവിലെ 10 AM ഓട്ടോമാറ്റിക്കലി റൺ ചെയ്തോളൂ. നമുക്ക് ഇനി ഇതൊന്ന് ഹോം പോഡ് വെച്ചിട്ട് റൺ ചെയ്ത് നോക്കാം. ഹേയ് സിറി, മൈ ഡെയിലി ഇവൻറ്റ്സ്. Hey Nitin, good morning. Today's events are by some cakes Ayub Ali KKK's birthday. ഓക്കെ, അപ്പോൾ സിറി സക്സസ്ഫുള്ളി റൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോർട്ട് കട്ട്. ഇതാണ് ഷോർട്ട് കട്ടിൻ്റെ മെയിൻ സ്ക്രീൻ. ഇതിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഇത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോൾഡർ വൈസ് ഷോർട്ട് കട്ട് ഓരോന്നിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. അതിലേത് ഷോർട്ട് കട്ടാണോ റൺ ചെയ്യേണ്ടത് അതിനെ മാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ പറയണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അതാണ്, ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ വീട്ടിലെ സ്മാർട്ട് ഹോം ഡിവൈസസിനെ കൺട്രോൾ ചെയ്യാം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, MI ലൈറ്റ്സ്, സിസ്ക, വിപ്രോ ലൈറ്റ്സ് ഇതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട്. അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും അതുപോലെ സൺസെറ്റിൻ്റെ സമയത്ത് ലൈറ്റ്സ് ഓൺ ആവാൻ, മോർണിംഗ് സൺറൈസിൻ്റെ സമയത്ത് ലൈറ്റ്സ് ഓഫ് ആക്കാൻ. ഇതൊക്കെ സ്മാർട്ട് പ്ലഗ്സ് ആണ്. ഇത് കൺട്രോൾ ചെയ്യാനും നമുക്ക് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ ഹോം ഓട്ടോമേഷൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഓൾ, ബൈ.